നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്നെ കൊണ്ട് പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എനിക്കൊന്നും ആലോചിക്കാനില്ലെന്ന് പറഞ്ഞതല്ലേ? വിഷ്ണുവേട്ടൻ ഒരു പെൺകുട്ടിയെ ഭാര്യയായി കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ടാണോ സത്യമ്മ ഇപ്പൊ അങ്ങനെ പറയുന്നേ? ശ്യാമേ, കൂടെപ്പിറപ്പ് സ്നേഹമൊന്നും ഇവിടെ കാണിക്കരുത് കേട്ടോ. ദേ, അവളുടെ അനിയത്തിയായിട്ടല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. കാട്ടും സത്യമ്മേ. ശ്യാമേ, നിന്നോടാ പറഞ്ഞത്. ഞാൻ എന്റെ കൂടെപ്പിറപ്പിനോടുള്ള സ്നേഹം കാട്ടും സത്യമ്മേ. വിഷ്ണുവേട്ടന്റെ ഭാര്യയല്ല, എന്റെ കൂടെപ്പിറപ്പിനെ അകത്തേക്ക് വിളിക്കാനാ ഞാൻ പറഞ്ഞത്. ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞ സത്യമ്മയ്ക്ക് കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധം മുറിക്കാം. പക്ഷെ ഞാനും എന്റെ കുഞ്ഞേച്ചിയുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ സത്യമ്മയെ കൊണ്ടോ കോടതിയെ കൊണ്ടോ ദൈവത്തെ കൊണ്ടോ പറ്റുമോ? ഇല്ല, പറ്റില്ല. രക്തബന്ധം എന്ന് പറഞ്ഞ അങ്ങനെയാ. സത്യമ്മ വിചാരിച്ചാ പോലും വിഷ്ണുവേട്ടനും പ്രീതിയുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ പറ്റില്ല. അതിനേക്കാളും കട്ടിയുള്ള ചോരയാ സത്യമ്മേ ശാരദാമ്മയുടെ മക്കളുടേത്. പട്ടിണിയിലും കണ്ണീരിലും കെട്ടിപ്പിടിച്ച് കിടന്നപ്പോ ഊട്ടി ഉറപ്പിച്ചതാ ഇതൊക്കെ. എന്നിട്ടും കുഞ്ഞേച്ചിയായിട്ടും അമ്മയായിട്ടൊക്കെ ഞാൻ അകലം പാലിച്ചു നിൽക്കുന്നത് രോഹിത്തിനോടും സത്യമ്മയോടുള്ള സ്നേഹവും കൂറും കൊണ്ടാ. 6 വർഷം സത്യമ്മ എന്നെ തത്തയെ പോലെ വളർത്തിയപ്പോ ഞാൻ അവരെ ആരെങ്കിലും അന്വേഷിച്ച് പിന്നാലെ പോയോ? കളക്ടറായിട്ട് കുഞ്ഞേച്ചി മടങ്ങിയെത്തിയപ്പോഴും ഞാൻ അകലം പാലിച്ചു നിന്നത് സത്യമ്മയ്ക്ക് ഇഷ്ടമാവില്ലെന്ന് അറിഞ്ഞു തന്നെയാ. പക്ഷെ ഈ പൂമുഖ പടിയിൽ വന്ന് നിൽക്കുന്നത് എന്റെ അതേ ചോര തന്നെയാ സത്യമ്മ. ഈ ബർത്ത്ഡേക്ക് എന്റെ കുഞ്ഞിന് എന്റെ കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം വേണം സത്യമ്മ. സത്യമ്മ എന്നെ അതിന്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും വേണ്ടില്ല. ഞാൻ എന്റെ കുഞ്ഞേച്ചിയെ വീട്ടിലേക്ക് വിളിക്കാൻ പോവാ. നീ ചെല്ലുമോളെ, നീ ധൈര്യമായിട്ട് പോയി ശാലിനെ വിളിച്ചോണ്ട് പോ. അതിൽ ന്യായമില്ലെങ്കിൽ ഈ ക്ഷണിക്കപ്പെട്ട അതികളുടെ മുമ്പിൽ വെച്ച് കാരണം പറയട്ടെ ഭാമ. ചെല്ല്. എടി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഇവളെന്താ ഇവിടെ? ശാലിനിയോ? കുഞ്ഞേച്ചി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? കുഞ്ഞേച്ചി അകത്തേക്ക് വിളിക്കാനായിട്ടാ. ഞാൻ ഇവിടെ നിന്നോളാം ശ്യാമേ. അത് പറ്റില്ല. കുഞ്ഞേച്ചി വാ. വാ, അവിടെ എല്ലാരും പറയുന്നു കുഞ്ഞേച്ചി അകത്തോട്ട് വിളിക്കാൻ. ശ്യാമേ, അത് ശരിയാവില്ല ശ്യാമേ. ശരിയാവും കുഞ്ഞേച്ചി. കുട്ടികളുടെ ബർത്ത്ഡേ അല്ലേ?
കുട്ടികൾക്ക് കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം വേണം. മോളെ പ്ലീസ് വാ കുഞ്ഞേച്ചി, വരാൻ. ശ്യാമേ വാ. നീ പറയുന്ന കേക്ക്. വരാനല്ലേ പറഞ്ഞത്? വാ 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 കുഞ്ഞേച്ചി. ശ്യാമേ ശാലിനി വന്നതേ എന്തായാലും നന്നായി. ഈ ടാബ്ലറ്റ് ശാലിനിക്ക് തന്നെയാ നീ കൊടുക്കേണ്ടത്. ഈ ബർത്ത്ഡേ ഫംഗ്ഷനില് അവള് ചത്ത് മലയ്ക്കുന്നത് എനിക്ക് കാണണം. എന്നെ കൊണ്ട് നീ ഇത് ചെയ്യിക്കാന്ന് കരുതണ്ട മകശ്രീ. വാ കുഞ്ഞേച്ചി വാ. കേറിയോ മോളെ? കുഞ്ഞേച്ചി മടിച്ചിക ഇങ്ങോട്ട് കയറി വാടി, ഇങ്ങോട്ട് കയറിയോ? വാ കുഞ്ഞേച്ചി, ചെല്ലു കുഞ്ഞേച്ചി. ഇപ്പോഴാ ഇതൊരു സമ്പൂർണ്ണ കുടുംബമായത്. ഓ സമ്പൂർണ്ണ കുടുംബം. അപ്പോ നിന്നെ കൊണ്ട് പറ്റില്ല? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എനിക്കൊന്നും ആലോചിക്കാനില്ലെന്ന് പറഞ്ഞതല്ലേ? പൊന്നി, സത്യം പപ്പി എവിടെ? കുഞ്ഞു കൊടുത്ത ഡ്രസ് ഇട്ട് വരാൻ പോയിരിക്കുക. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.